ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. ഇന്നത്തെ വീഡിയോ ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് കോക്കനട്ട് ഷെൽ പ്രൊഡക്ഷൻസ് ശാസ്ത്രമേളയ്ക്ക് നിങ്ങൾ പങ്കെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് LP UP വിഭാഗക്കാരുടെ ഇത് പറയാം. ചിരട്ടയുടെ വേസ്റ്റൊക്കെ കളയാം കേട്ടോ. അതായത് അതിൻ്റെ മുകളിലുണ്ടാകുന്ന ചവറുകളല്ലേ, അതൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിക്ക് തന്നെ മിനുസപ്പെടുത്തുക. പിന്നെ ചിരട്ട അവിടെ വെച്ചിട്ട് തന്നെ മുറിക്കുക, പോളിഷ് ചെയ്യുക. അങ്ങനത്തെ ജോലികളൊക്കെ മത്സര സ്ഥലത്ത് വെച്ചിട്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. വീട്ടിൽ നിന്ന് ചെയ്ത് വരരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും വേറെ എന്തിനെങ്കിലുമൊക്കെ ആയിട്ട് ഇലക്ട്രിക് ഉപകരണങ്ങളുണ്ടല്ലോ, അത് ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മാർക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്ക് ഫിനിഷ് ആയിട്ടുണ്ടോ, കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് കേട്ടോ. രണ്ടാമത് കുട്ടിയുടെ അധ്വാനം, അതേപോലെ തന്നെ കൃത്യത, കാരണം നിങ്ങൾ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ടാണോ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും സൂക്ഷ്മതയും കൂടി, അതായത് പെർഫെക്റ്റ് ആയിട്ടാണോ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ പരിഗണിച്ചിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ജഡ്ജസ് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് തരും, എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. അവർ പറയുന്ന വർക്കുകളാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഹാർഡുള്ള കാര്യമാണ്. കാരണം അതിൻ്റെ ഷെല്ലെന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡാണ് അല്ലേ. അപ്പോൾ നൈഫോ ബ്ലേഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. കുറച്ച് ടഫാണ് ഈ സംഭവം, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗക്കാർ ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ചിരട്ടയുടെ ചവറ് കളയുക. അതായത് ഇതിന് മുകളിലുള്ള എന്തായാലും പറയുക, ഈ ഭാഗത്തൊക്കെ ചോറ് എന്ന് പറയും, അത് നല്ല രീതിക്ക് തന്നെ കളഞ്ഞിട്ട് നല്ല രീതിക്ക് മിനുസപ്പെടുത്തുക കേട്ടോ. എന്നിട്ട് മുറിക്കുക, പോളിഷ് ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ലൈവായിട്ട് തന്നെ ചെയ്യുക കേട്ടോ. മത്സര സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ചെയ്യുക, വീട്ടിൽ നിന്ന് ചെയ്യാതിരിക്കുക. പിന്നെ കട്ട് ചെയ്യാനും മറ്റും വൈദ്യുത യന്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. ഉൽപ്പന്നങ്ങളുടെ, അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സംഭവം ഫിനിഷ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. അതായത് മാർക്ക് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത് കേട്ടോ. അതായത് ഫസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സംഭവം ഫിനിഷാണോ, കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് കേട്ടോ. രണ്ടാമത് കുട്ടിയുടെ അധ്വാനം, നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ കൃത്യത, നിങ്ങൾ ചെയ്തിട്ടുള്ളത് എല്ലാം കൊണ്ടും ബാലൻസ്ഡ് ആണോ എന്നുള്ളത് കേട്ടോ. പിന്നെ സൂക്ഷ്മത എന്നിവ പരിഗണിച്ചിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. അതായത് നല്ല വൃത്തിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കൂ കേട്ടോ. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് വിധികർത്താക്കൾ അവിടെ നിന്നൊരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ പറയും, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല വൃത്തിക്ക് തന്നെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണ് ഓളെന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോയത് കേട്ടോ. ഓരോ കുട്ടികളും റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നെക്സ്റ്റ് വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.